നിങ്ങളുടെ ഏറ്റവും അധികം റീച്ച് ആയിട്ടുള്ള ഈ പറഞ്ഞ വസ്ത്രം മാറിയിടുന്ന ആ റീലുണ്ടല്ലോ, ആ റീലിൽ സത്യം പറഞ്ഞാൽ ഒരു പൊടിക്ക് ലൗഡായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ള. എല്ലാവരും കുറച്ച് കൂടി റീലിലെ ഒരു അഭിനയം ഉണ്ടല്ലോ അതുപോലെ. പക്ഷെ ഇപ്പൊ വന്നു നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയി തുടങ്ങി. ഇപ്പൊ ആ മറ്റേ കണ്ണുനീരെന്ന് അറിയുന്നതൊക്കെ ആയാലും ശരിക്കും നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന്റെ ലീഗിലേക്ക് ഇത് എക്സ്പീരിയൻസോട് സംഭവിക്കുന്നതാണോ അതോ ഇന്ന റീലിൽ ഇന്ന പോലെ പിടിക്കാൻ അറിയാണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഭയങ്കര സട്ടിലൊക്കെ ആയിട്ടല്ലേ നമ്മള് ഈ റീല് കുറച്ച് ആഴത്തിക്കണ്ടായിരുന്നു. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. മറ്റേ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമില് ആ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈറലായിരുന്നു. ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല മില്യൺസ് വ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ടൈപ്പ് റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യൂ വരണമെങ്കിൽ നമ്മൾ മൊത്തത്തിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മുടെ സെറ്റിലൈറ്റിങ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ റീലിലേക്ക് വേണ്ടത്ര റീച്ച് വരില്ല നമ്മൾ നോർമലി ചെയ്ത രീതിയിൽ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എക്സ്ട്രാ കയറ്റി കൊടുത്താലാണ് നെഗറ്റീവ് കമന്റ്സ് വരുള്ളൂ. നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് കൂടും, റീച്ച് കൂടും. അപ്പൊ അതാണ് അവിടെ. ഇപ്പൊ നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണവർക്ക് നെഗറ്റീവ് ഉള്ളവരുടെ വീഡിയോസിന് നല്ല റീച്ച് വരുന്നതിന്റെ റീസൺ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർ നമ്മൾ വിചാരിക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ വീട് നാളെ കമന്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ആ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആണ്. നമ്മളെ നെഗറ്റീവ് പറഞ്ഞാലും നമുക്കത് ബെനിഫിറ്റ് ആണ്. ആ വീഡിയോക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ട്, തുറക്കാൻ തോന്നില്ല. പക്ഷെ നമ്മൾ അതിന്റെ കമന്റ് ബോക്സ് ഓൺ ആക്കി നോക്കില്ല. പക്ഷെ പണ്ട് ഇങ്ങനെ ക്രിയേറ്റേഴ്സ് ഒന്നും ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നില്ലല്ലോ. അതായത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായാലാണ് റീച്ച് ഉണ്ടായത്. അതൊരു അറിയാത്തൊരു തന്ത്രം പോലെയായിരുന്നു. ഇപ്പം ഞാൻ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ആളുകൾ എന്നെ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ എന്റെ പ്രൊഫൈലിന്റെ എൻഗേജ്മെന്റ് ആണ് കൂടുന്നത്, അവർ മനസ്സിലാക്കണില്ല എന്നുള്ളത്. ഈ നെഗറ്റീവ് കമന്റ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് മോണിറ്റിയൊക്കെയാണ്. അതൊരു അനുഗ്രഹമാണ്. പിന്നെ എല്ലാവരും വിചാരിക്കും എനിക്ക് ട്രോള് കിട്ടരുന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ കൂടുതൽ ആൾക്കാർ. എന്നെ സംബന്ധിച്ച് ഞാൻ ട്രോള് കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാ. ട്രോള് കിട്ടിയാലും നമ്മുടെ പ്രൊഫൈലൊക്കെ അങ്ങ് എയറിലെത്തിണ്ടോ. അതുപോലെ ഒരു കിട്ടി ആഗ്രഹിച്ച് അയ്യപ്പനെ വിളിച്ച് ഒന്നും കിട്ടി. മലക്ക് പോയിപ്പോ ഒരു ബോക്സ് റെഡ് പോയതാ. അതിന് മുമ്പേ ഈ ട്രോള് കിട്ടുന്നതിനൊക്കെ മുമ്പ് ഇപ്പൊ ആച്ചും കുട്ടിയും കൂട്ടി മറ്റേ ഈ നമ്മുടെ മേലപ്പറമ്പിൽ അൺവീടിന്റെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും നല്ല റീച്ച് ആയിട്ടുള്ള ഒരു റീൽ ആയിരുന്നില്ല. അത് ആരുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അവൾ അനിയത്തിയുടെ ഉണ്ണിയാണ് അത്. അവള് ഭയങ്കര, അതായത് അവള് ജനിച്ച് വളർന്നപ്പോ തൊട്ട് കാണുന്നത് ഈ മാമനെയും അമ്മേനെയാണ്. അപ്പൊ കണ്ട് ആൾക്ക് ഈ വീഡിയോസ് കാണാൻ, ഞങ്ങളുടെ വീഡിയോസ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും. അവളുടെ ആക്ടിങ് ആയാലും ഭയങ്കര മൈന്യൂട്ടായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ. ഞങ്ങളൊരു അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുള്ള സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് പക്ക ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അത് അതിനേക്കാൾ അടിപൊളിയായിട്ട് അവളത്. പക്ഷേ ഈ ആറിയില്ലാതെ ശരിക്കും ജഗതി ചേട്ടനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് വയറ് കൊണ്ടൊക്കെ ഓരോ സാധനങ്ങൾ ചെയ്യില്ല, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻ കാണിച്ചു കൊടുത്തിരുന്നു. എവിടെന്നാ കുട്ടിക്ക് അത്രയും സീൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ആ വോയിസ് കേൾപ്പിച്ചു കൊടുത്തു. ഈ സീൻ കണ്ടിട്ട് ഈ വോയിസ് കേട്ടിട്ട് വേറൊരാൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഈ വോയിസ് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറയും ഈ വിഷ്വല് നീ കണ്ട ഈ വോയിസ് നീ മനസ്സിൽ കയറ്റിയിട്ട് ജഗതി ചേട്ടൻ അതെങ്ങനെ ചെയ്തിട്ടുള്ള ആ വോയിസിനനുസരിച്ചുള്ള മേൻഡ്രസ്സുകൾ നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും വരണം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ആള് ഡയലോഗ് പഠിച്ച് അങ്ങനെ അത് കൊണ്ടുവന്ന് ചെയ്തു. ഈ കാവ്യമാധവൻ അതിലിങ്ങനെ പറയണതിൻ്റെ ഇടയ്ക്ക് അനിയത്തിയാണ് ചെയ്തിട്ടുള്ള അമ്മയായിട്ട്. അനിയത്തി ഇപ്പൊ ഉണ്ണിയുടെ ഒരു ചൂല് മേടിക്കണമെന്നുണ്ട്. അപ്പൊ അവൻ ശരി കൊട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് വേറെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാവ്യമാധവൻ ദിലീപ് റീലുകൾ നിങ്ങളുടെ ഒരു ഹിറ്റ് ഐറ്റം ആണല്ലോ, ഫേവറേറ്റ്. ഈ എപ്പോ മുതലേ ഈ കാവ്യമാധവൻ ദിലീപ് റീലുകൾക്ക് ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാന്ന്? നമുക്കത് സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ വീഡിയോസ് ചെയ്തത്. ചേട്ടൻ ഭയങ്കര ദിലീപിന്റെ മാനറിസംസ് അല്ലെങ്കിൽ ദിലീപിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിലാണ്. ദിലീപിന്റെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് മീശമാധവൻ എന്നൊക്കെ പറഞ്ഞ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു മൂവിയാണല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആണ് അതിന്റെ ലൊക്കേഷൻ, ഞങ്ങൾ അവിടെ സെയിം ലൊക്കേഷനിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ ഇങ്ങനെ പാലക്കാടാണെന്ന് പറഞ്ഞപ്പോ നമുക്കൊരാഗ്രഹം അവിടെ പോയിട്ട് ആ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ സെയിം ലൊക്കേഷനിൽ ആ സെയിം വീട്ടിൽ പോയി അത് റീക്രിയേറ്റ് ചെയ്തു. അത് ശരിക്കും നമ്മൾ ആ ഫാൻ ബേസ് നോക്കി ചെയ്തതല്ല. നമ്മൾ ആ ഒരു ടൈമിൽ കുറെ മൂവി റീക്രിയേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സ് ചെയ്തിട്ടുണ്ട്, മീശമാധവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മീശമാധവൻ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും നല്ല അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മീശമാധവൻ ദിലീപേട്ടനോട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടൻ്റെ മൂവികൾ ഇഷ്ടമാണ്. ഈ മീശമാധവൻ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ CD എടുത്ത് കൊണ്ടുവന്ന് വരി നിന്നിട്ട് മേടിച്ചു കൊണ്ടുവന്നിരുന്ന് കണ്ടിട്ടുണ്ട്.
പണ്ട് കാലത്ത് ഇറങ്ങിയ സമയത്ത് അത് സിനിമ ഇറങ്ങി CD ഇറങ്ങാനായിട്ട് കുറെ സമയം എടുക്കും. അത് ഇറങ്ങുമ്പോ 2000-ങ്ങളിലാണ് പറയുന്നത്. അത് ഇറങ്ങുമ്പോ നമുക്ക് അപ്പൊ കിട്ടില്ല. ഒരു വരി ചേട്ടാ നാളെ വരും, നാളെ വരും, അവിടെ ചെല്ലുമ്പോഴേക്കും അതെടുത്ത് വേറെ ആൾ പോയിണ്ടാവും. അങ്ങനെ വരി കിട്ടിയിട്ടാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത് വീട്ടില്. ഈ സദാനന്ദന്റെ സമയത്തിന്റെ റീലും നന്നായിട്ട് ഓടിപ്പോയ ഒരു കാര്യമല്ലേ? മൂവി റീലുകൾ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വഴി ഉണ്ടാകുന്ന ബ്രാൻഡ് കൊളാബറേഷൻസ് ഇല്ലേ? അപ്പൊ ഇപ്പൊ ബ്രാൻഡ് കൊളാബറേഷൻസിലെ ആളുകൾക്ക് ഒരുപാട് വിമർശനങ്ങളും കിട്ടുന്നുണ്ട്. ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്തുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ആളുകൾ അതിനെ പറ്റിയുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ചില ബെറ്റിംഗ് ആപ്സിലത്തെ കൊളാബ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ചില പ്രത്യേക പ്രോഡക്ട്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വഴി. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കൊളാബ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് ആളുകൾക്ക് എന്ത് ഗുണം ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് വില്ലിനെ എങ്ങനെ ബാധിക്കും, അങ്ങനത്തെ ഒക്കെ ആലോചനകളുണ്ടോ? അതോ പണം വരുന്നു നമ്മളത് ചെയ്യുന്നു, രണ്ടും ശരിയാണ്? ഈ ബെറ്റിംഗ് ആപ്പിന്റെ കേസ് പറഞ്ഞ മാതിരി അത് നമുക്ക് കുറെ വന്നായിരുന്നു നമ്മൾ എടുക്കേണ്ട പ്രൊഫൈലില്. ഞാൻ പേര് പറയണില്ല, ബെറ്റിംഗ് ആപ്സ് എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അടച്ച് പറയില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതായത് നമ്മുടെ ഇതിലേക്ക് വരുമ്പോഴേ എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ വന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാണ്ട് കുറെ ട്രേഡിങ് സംഭവങ്ങളൊക്കെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യാറുള്ളത് അവർക്ക് എനിക്ക് പ്രൊമോഷൻ തരുന്ന ആളുകൾക്ക് മലയാളം അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ പറയും നല്ല അടിപൊളി ഉഡായിപ്പ് ആപ്ലിക്കേഷൻ ആണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനപ്പോ ചിന്തിക്കും അല്ല ഇവര് ചെയ്യണത് എന്തായാലും പറ്റിപ്പാണ്. ഇവര് ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ മേടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റും. ഞാൻ പൈസ മേടിച്ചിട്ട് നല്ല സ്റ്റോറി പ്രൊമോഷൻ ഒക്കെ നല്ല പേയ്മെന്റ് മേടിച്ചിട്ട് ഞാൻ നല്ല ഉഡായ ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾ എല്ലാവരും പോയിട്ട് ജോയിൻ ചെയ്തത് ഇങ്ങനെ പറയുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും. അത് ചെയ്തു തുടങ്ങിയത് ഞങ്ങൾക്ക് ഒരു അമ്മളി പറ്റിയതിന് ശേഷമാണ്. ഫസ്റ്റത്തെ ഒരു ട്രേഡിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്തപ്പോ ഞങ്ങൾക്ക് ഒരു പണി പറ്റി. പണി ഞാനിവിടെ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു അപ്പൊ അത് പണി കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവം. ഞാനൊരു 3-4 എന്റെ കയ്യിൽ നിന്ന് പോയ പൈസ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് തിരിച്ചു പിടിച്ചു. എന്നിട്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് വരുമ്പോ കുറെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പല ഫ്രണ്ട്സും ഇതുപോലെയുള്ള ഈ ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളപ്പോ ഒന്ന് നമുക്ക് എന്ത് കാര്യത്തിന് മുന്നേ ചിന്തിക്കണല്ലോ. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചപ്പോ തോന്നി നമ്മള് ചിലപ്പോ ഇങ്ങനെ നമ്മുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാള് പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അത് മതി, പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതിലും നല്ലത് ആ പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ട, വേറെ എവിടെന്നെങ്കിലൊക്കെ വേറെ ഏതെങ്കിലും വഴി കൂടെ ദൈവം നമുക്ക് തരുമല്ലോ, അതന്നെ വേണമെന്നില്ലല്ലോ. അതായത് നമ്മുടെ ഫോളോവേഴ്സ് നമ്മളെ വിശ്വസിച്ച് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അവർ കളിച്ചിട്ടുള്ള ഒരു പൈസ നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോളോവേഴ്സിന്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ലവ് ഉണ്ടല്ലോ, അത് നേരിട്ട് മനസ്സിലാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടോ? നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ എത്രയോ പേര് നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾ തൊട്ട് എത്രയോ വലിയ ആൾക്കാർ വരെ വന്നിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്നത് മാത്രം നമ്മൾ പുറത്തൊക്കെ ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോ നമ്മൾക്ക് അവര് തരുന്ന ഒരു സ്നേഹം. ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോ നമുക്ക് അവര് ഫുഡ് തരും, നമ്മള് വേണ്ടാന്ന്. പക്ഷെ അത് അവര് പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് അല്ല അത് തരുന്നതും, അത് നമ്മളോടുള്ള ഒരു സ്നേഹമാണ്. പിന്നെ അവര് ശരിക്കും അവരുടെ കുടുംബത്തിലുള്ള ഒരാളുടെ പോലെയാണ് നമ്മളെയും കാണുന്നത്. അവരെപ്പോഴും കാണുമ്പോൾ വീഡിയോസ് കാണും, പലരും പറയുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കുക ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ പോലെയാണ് നിങ്ങൾ എപ്പോഴും കാണുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ല. ചില ഇൻഫ്ലുവൻസസ് നിങ്ങളെ മാറ്റുന്ന ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു 100K മുകളിലൊക്കെ ഫോളോവേഴ്സ് വരുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഭയങ്കര സ്കെയിലപ്പ് കാണാൻ പറ്റും.